Good morning to all. Good morning, ma'am. Good morning, ma'am. Morning. Okay, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖാണ് മാം. സുഖാണ് മാം. എനിക്ക് സുഖമാണ്. സുഖമാണെന്ന് ചോദിച്ചാൽ കുറച്ച് വയ്യ. എന്ത് പറ്റി മാം? പനിയായിരുന്നു. ഇപ്പോൾ കുറച്ച് ചുമയുണ്ട്. സൗണ്ട് മാറിയിട്ടുണ്ട്. സൗണ്ട് മാറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാണാതെയാവും. ചുമ വരുമ്പോൾ ക്യാമറ ഓഫ് ചെയ്യും. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി എന്തായിരുന്നു ടോപ്പിക് പ്രസന്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പറഞ്ഞതാ എന്താണ് ചോദിക്കും വേണ്ടൊന്നും മിണ്ടാത്തെ? എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അറിയോ മാം കുറച്ച് സെന്റൻസ് തരും, അത് നമ്മൾ റീഡ് ചെയ്ത് കേൾപ്പിക്കണമെന്ന് പറഞ്ഞു. സെന്റൻസ് മാം തരും, ഞങ്ങൾ അത് എഴുതി വെച്ചിട്ട് റീഡ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. വായിക്കാനല്ലേ? ഫുൾ സ്റ്റോപ്പ് കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നിർത്തി വായിക്കാൻ വേണ്ടിട്ട്. Okay, just wait a second. ഓക്കെ, ഞാൻ പറയുന്നത് എഴുതിയെടുക്കാം കേട്ടോ. ഞാൻ ടെക്സ്റ്റ് ചെയ്യാൻ അതിന്റെ കൂടെ നിങ്ങൾ എഴുതിയെടുക്കുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് സെൽഫ് ലവിനെ കുറിച്ച് പറയാം. സെൽഫ് ലവ് എന്താണെന്ന് അറിയാലോ. നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കണം, അല്ലെ? നമ്മൾക്ക് വേണ്ടി നമ്മള് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലാണ് നമ്മൾക്ക് വേണ്ടി നമ്മള് എന്താണ് ലവ് ചെയ്യുക, കുറച്ച് നമ്മൾ അതിലേക്ക് ജീവിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലാണ് നമ്മുടെ ലൈഫ് കുറച്ചെങ്കിലും മീനിങ്ഫുൾ ആണ്. അപ്പോൾ സെൽഫ് ലവ് നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ചൊരു പാസേജ് എഴുതാം. ഓക്കെ, കേട്ടിങ്ങോട്ട് കേട്ടോ. സെൽഫ് ലവ്. Self-love is one of the most important things in my life. Self-love is one of the most important. ഞാൻ കുറച്ച് ഷോർട്ട് ആയിട്ട് എഴുതുന്നുണ്ടോ? In my life. Self-love is one of the most important things in my life. It means accepting myself for who I am and treating myself with the kindness. Kindness is spending our time.
Typing mistake ആണ്. Kindness and respect. I focus on my strengths. Work on improving without being too hard on myself. Taking care of my body, mind, and emotions is my way of showing love to myself. Whether it's enjoying your favorite hobby, resting when I am tired, or celebrating small achievements, I remind myself that I deserve happiness. സ്റ്റോപ്പ് കഴിഞ്ഞാൽ അടുത്ത ബോർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിട്ടുണ്ടോ ആ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല. Self-love also means setting boundaries and surrounding myself with the positive people who uplift me. സ്പേസ് കൊള്ളാട്ടോ പിന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒന്നും പെട്ടെന്ന് സ്പീഡ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരുന്നില്ലേ, ശ്രദ്ധിക്കുക.
It's not always easy, but I have learned that loving myself makes me makes me stronger and more confident. When I practice self-love, I feel happier and more at peace. More at peace. It reminds me that I'm enough just as I am, and that I deserve all the good things life has to offer. Okay, എഴുതി കഴിയുമ്പോൾ പറയാം. Okay, കഴിഞ്ഞു. എന്താണ്? Self-love is one of the most important things in my life. It means accepting myself for who I am and treating myself with the kindness and respect. I focus on my strengths and work on improving without being too hard on myself. Taking care of my body, mind, and emotions is my way of showing love to myself. Whether it's enjoying a favorite hobby, resting when I'm tired, or celebrating small achievements, I remind myself that I deserve happiness. Self-love also means setting boundaries and surrounding myself with positive people who uplift me. It's not always easy, but I have learned that loving myself makes me stronger and more confident. When I practice self-love, I feel happier and more at peace. It reminds me that I'm enough just as I am, and that I deserve all the good things life has to offer. Okay, clear? Just വായിക്കാം. ഫസ്റ്റ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ വായിക്കും. അൺമ്യൂട്ട് ചെയ്യേണ്ട, അല്ലാതെ നിങ്ങൾ ജസ്റ്റ് 2 ടൈംസ് ഒന്ന് വായിക്കാം. അതിനുശേഷം അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ടെക്സ്റ്റ് ചെയ്യാം, ടെക്സ്റ്റ് യുവർ നെയിം, then I will call you one by one. എന്തായാലും എല്ലാവരും വായിച്ചേ പറ്റൂ കേട്ടോ. എല്ലാവരും വായിക്കണം. കറക്റ്റ് ആ ഒരു ഫുൾ സ്റ്റോപ്പ് ആൻഡ് നമ്മളായിട്ട് തന്നെ പറയുന്ന പോലെ തന്നെ ഇത് വായിക്കുക. കാരണം വായിക്കുന്നതായിട്ട് നമുക്ക് തോന്നാൻ പാടില്ല. മനസ്സിലായോ? നമ്മൾ തന്നെ സ്വയം പറയുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം.
ഓക്കെ, വായിച്ചു കഴിയുമ്പോ നിങ്ങളൊന്ന് പേര് ടെക്സ്റ്റ് ചെയ്യാട്ടോ. ഞാൻ അതിനനുസരിച്ച് നിങ്ങളെ വിളിക്കാം. എന്താണ് കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? എന്താ ആരും പേര് ടെക്സ്റ്റ് ചെയ്യാതെ? വായിക്കാം നമുക്ക്. എവിടെയാണോ? Are you ready to read this passage? Yvonne? ആരില്ല? വായിക്കാൻ റെഡിയാണോ ആരെങ്കിലും? Yes or no? Respond ചെയ്യൂ. റെഡിയാണ് മിസ്. വായിച്ചോളൂ വനിത. Self-love is the one of the most important things in my life. It means accepting myself for who I am and treating myself with kindness and respect. I focus on my strengths and works on improving without being too hard on myself. Taking care of my body, mind, and emotions is my way of showing love to myself. Whether it's enjoying a favorite hobby, resting when I am tired, or celebrating small achievements, I remind myself that I deserve happiness. Self-love also means setting boundaries and surrounding myself with positive people who uplift me. It's not always easy, but I have learned that loving myself makes them stronger and more confident. When I practice my self-love, I feel happier and more at peace. It reminds me that I am enough just as I am and that I deserve all the good things life has to offer. ഓക്കെ, അനഘ ഇത് പതുക്കെ ഒരു സെന്റൻസ് വൈസ് ആയിട്ടൊന്ന് വായിക്കാമോ? Okay, Miss Padakvaita. Self-love is one of the most important things in my life. It means accepting myself for who I am and treating myself with kindness and respect. I focus on my strengths and works on improving without being too hard on myself.
Taking care of my body, mind, and emotions is my way of showing love to myself. Whether it's enjoying a favorite hobby, resting when I am tired, or celebrating small achievements, I remind myself that I deserve happiness. Self-love also means setting boundaries and surrounding myself with positive people who uplift me. It's not always easy, but I have learned that loving myself makes me stronger and more confident. When I practice self-love, I feel happier and more at peace. It reminds me that I am enough just as I am and that I deserve all the good things life has to offer. Yeah. Okay, അനഘ കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ടേ. Okay, miss. Okay, and who's next? ഞാൻ വായിക്കാം മാം. Okay. Self-love. Self-love is one of the most important things in my life. It means accepting myself for who I am and treating myself with the kindness and respect. I focus on my strength and work on improving without being too hard on myself. Taking care of my body, mind, and emotions is my way of showing love to myself. Whether it's enjoying a favorite hobby, resting when I'm tired, tried, or celebrating small achievements, I remind myself that I deserve happiness. Self love also means setting boundaries and surrounding myself with the positive people who uplift me. It's not always easy, but I have learned that loving myself might make some stronger and more confident. When I practice self-love, I feel happier and more at peace. It reminds me that I am enough just as I am and that I deserve all the good things life has to offer. Okay, ശിഖ. കുറച്ചുകൂടെ എല്ലാവരും കറക്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? എല്ലാരും വായിക്കണോട്ടോ. അനു തോമസ് വായിക്കൂ. Self-love is one of the most important things in my life. It means accepting myself for who I am and treating myself with the kindness and respect. I, of course, own my strength and work on improving without being too hard on myself. Taking care of my body, mind, and emotion in my care way of showing love it to myself. Whether it is enjoying a favorite hobby, resetting when I am treat more celebrating small achievements, I remind myself that I reserve happiness. Self-love also means setting boundaries and surrounding myself with the positive people who uplift me. It's not always easy, but 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 I learned that loving myself make me strong and more confident. When I practice self-love, I feel happier and more at peace. It remind me that I am enough, just as I am, and that I deserve all the good things life has to offer. അനു ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ പറ്റുമോ? വായിക്കാം. ടെൻഷൻ എടുക്കണ്ട, കൂളായിട്ട് വായിക്കാം. ടെൻഷൻ കയറിയിട്ട് സ്ലോലി വായിക്കുക, സെന്റൻസ് വൈസ് ആയിട്ട് വായിക്കുക. ഫുൾ സ്റ്റോപ്പ് വേണം, അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് സ്ലോലി വായിക്കുക. ഓക്കെ. Okay.
Self-love is one of the most important things in my life. It means accepting myself for who I am and treating myself with kindness and respect. I focus on my strength and work on improving without beginning too hard on myself. Taking taking care take care of my body, mind and emotion in my care way of showing love to myself, whether it is enjoying a favorite hobby, resetting when I am treat, or celebrating small achievements. I remind myself that I deserve happiness. Self love also means setting boundaries and surroundings myself with the positive people who uplift me. It's not always easy, but I live learned that loving myself make me stronger and more confident. When I practice self love, I feel humble and more at peace. It reminds me that I am enough, just as I am, and that I am deserve all the good things life has to offer. Yeah. Okay, Anna. Next, Liana. Self love is one of the most important things in my life. It means accepting myself for who I am and treating myself with kindness and respect. I focus on my strengths and work on improving without being too hard on myself. Taking care of my body, mind, and emotions is my way of showing love to myself, whether it's enjoying a favorite hobby, resting when I am treat, or celebrating small achievement. I remind myself that deserve happiness. Self love also means setting boundaries and surrounding myself with positive people who uplift me. It's not always easy, but I have learned that loving myself means making Liana. some. Liana. Oh, madam, കുഞ്ഞുണ്ടോ അടുത്ത്? ആ കുഞ്ഞുണ്ട്. ഓക്കെ, കുഞ്ഞു ഉറങ്ങായിരുന്നോ? അല്ല അല്ല, പാല് കുടിക്കുന്നു മാഡം. ഓക്കെ. ലൈന ഓക്കെ ആണെങ്കിൽ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ആ ഓക്കെ മാഡം. Yeah, it's ആ okay, Lina. ആ ഓക്കെ. Then next ആരാണ് വിളിക്കുക? അൻമരിയ. Hello, ma'am. Right. Self love is the one of the most important things in my life. It means accepting myself for who I am and treating myself with kindness and respect. I focus on my strengths and work on improving without being too hard on myself. Taking care of my body's mind and emotions is my way of showing love to myself, whether it's enjoying a favorite hobby, resting when I am tired, or celebrating small achievements. I remind myself that I deserve happiness. Self love also means setting boundaries and surroundings myself with the positive people who uplift me. It's not always easy, but I have learned that loving myself makes me stronger and more confident. When I practice self love, I feel happier and more at peace. It reminds me that I am enough just as I am and that I deserve all the good things life has to offer. ഓക്കെ, നിങ്ങള് ഇതിന്റെ മീനിങ് അറിഞ്ഞിട്ടാണോ വായിക്കുന്നത്? നിങ്ങൾക്ക് മീനിങ് മനസ്സിലായോ? എന്താണ് പാസേജിലുള്ള മീനിങ് എന്ന്? ക്ലിയർ ആണോ? കുറച്ചൊക്കെ മനസ്സിലായി മാം. കുറച്ച് മനസ്സിലായി. എല്ലാവർക്കും എങ്ങനെയാണോ? മീനിങ് മനസ്സിലായിട്ടാണോ നിങ്ങൾ വായിച്ചത്? ചെറുതായിട്ട് മനസ്സിലായുള്ളൂ.
ഓക്കെ, നമ്മൾ മീനിങ് മനസ്സിലാക്കി വായിക്കുന്നതും അല്ലാതെ നമ്മൾ നോർമലി വായിക്കുന്നത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒരു മീനിങ് നോക്കാം നമുക്ക്. എന്നിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ഫസ്റ്റ്, സെൽഫ് ലവ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ് ഇൻ മൈ ലൈഫ്. മനസ്സിലായല്ലോ? സെൽഫ് ലവ് എന്ന് പറയുന്നത് എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇറ്റ് മീൻസ് അക്സെപ്റ്റിംഗ് മൈ സെൽഫ് ഫോർ ഹൂ ആം. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക, ഞാൻ എന്താണ് അത് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ട്രീറ്റിംഗ് മൈ സെൽഫ് വിത്ത് കൈൻഡ്നസ് ആൻഡ് റെസ്പെക്ട്. ട്രീറ്റ് ചെയ്യുക, എന്നെ തന്നെ നമ്മളെ തന്നെ എന്താ ട്രീറ്റ് ചെയ്യണം അല്ലേ? കൈൻഡ്നസ് ആൻഡ് റെസ്പെക്റ്റോട് കൂടി നമ്മളെ ട്രീറ്റ് ചെയ്യുക. I focus on my strengths and I work on improving without being too hard on myself. അതായത് നമ്മുടെ സ്ട്രെങ്തിന് ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ഇംപ്രൂവ് ചെയ്യുക. നമ്മൾ ഓരോ വർക്ക് ആണെങ്കിലും അതിന്റെ സ്ട്രെങ്ത് ആണെങ്കിലും അത് ഇംപ്രൂവ് ചെയ്യുക വിത്തൗട്ട് ഒരുപാട് ഭയങ്കര ഹാർഡ് ആകാതെ, ഹാർഡ് വർക്ക് ചെയ്യാതെ നമ്മുടെ മനസ്സൊക്കെ നമ്മളെ തന്നെ കുറച്ചുകൂടെ സ്ട്രെങ്ത് ചെയ്യുക, അതിന്റെ വർക്കിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. ഹാർഡ് വർക്ക് വേറെ, ബ്രെയിൻ വർക്ക് വേറെ. കേട്ടോ പറഞ്ഞാലേ. Then taking care of my body, mind and emotions is my way of showing love to myself. നമുക്ക് ഏത് രീതിയിലും നമുക്ക് സെൽഫ് ലവ് ചെയ്യാം അല്ലെ? ടേക്ക് കെയർ ചെയ്യാം, നമ്മുടെ ബോഡി ടേക്ക് കെയർ ചെയ്യാം, മൈൻഡ് ടേക്ക് കെയർ ചെയ്യാം, ഇമോഷൻസ് നമുക്ക് വാല്യൂ ചെയ്യാം. ഇതെല്ലാം നമ്മൾ എന്താണ് നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നതിന് നമ്മൾ ചെയ്യുന്ന ഓരോ ഷോയാണ് അല്ലെ? നമ്മൾ ലവ് ചെയ്യുന്നു പറയാൻ വേണ്ടി നമ്മൾ ചെയ്യും, നമുക്ക് തോന്നുന്ന നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ തന്നെ കുറച്ച് സ്നേഹിക്കുന്നു. നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നതും നമ്മുടെ ഇമോഷൻസ് നമ്മൾ വാല്യൂ കൊടുക്കുന്നു. Then without it's enjoying a favorite hobby, resting when I'm tired. നമ്മള് ടയേർഡ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേവറേറ്റ് ആയ ഹോബീസ് നമ്മൾ എൻജോയ് ചെയ്യാം. ഓക്കെ, ഓർ സെലിബ്രേറ്റിംഗ് സ്മോൾ അച്ചീവ്മെന്റ്സ്, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് നമ്മളെ തന്നെ സെൽഫ് ലവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ. സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കൂ. ഓക്കെ, and then I remind myself that I deserve happiness. ഓർമ്മപ്പെടുത്തുക, എന്റെ ഹാപ്പിനെസ് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുക. നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യുക. Self love also means setting boundaries and surrounding myself with the positive people who appeal to me. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. എങ്ങനെയാണ്? നമ്മുടെ ബൗണ്ടറീസ് ആണെങ്കിലും സറൗണ്ടിങ്സിലാണെങ്കിലും ചുറ്റുപാടുള്ളവരാണെങ്കിലും അല്ലെ, നമുക്ക് ചുറ്റുമുള്ളവര് പോസിറ്റീവ് ആണെന്നും നമ്മൾ കുറച്ചുകൂടി എൻകറേജ് ചെയ്യുന്നുണ്ടെന്നും നമ്മളെ കുറിച്ച് നന്നാവാൻ അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളവരാണ് നമ്മുടെ സറൗണ്ടിങ്സിലുള്ളതെന്ന് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തണം അല്ലെ? നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മുടെ സറൗണ്ടിങ്സ് നല്ലതാണെങ്കിൽ നമ്മൾ ഓൾറെഡി നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാകും. മനസ്സിലായോ? അപ്പോ നമ്മൾ ആരാണോ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതും നമ്മൾ കുറച്ച് പോസിറ്റീവ് ആയിട്ടിരിക്കുന്നതും ആ രീതിയിലുള്ള ആൾക്കാരെ വെച്ചിട്ട് വേണം നമുക്ക് സറൗണ്ടിങ്സും സെറ്റ് ചെയ്യാൻ, ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. മനസ്സിലായോ? അതായത് നല്ല ആൾക്കാരും മോശം ആൾക്കാരും നമ്മുടെ ലൈഫിലുണ്ട്. മോശം ആൾക്കാർക്ക് നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യുക, നല്ല ആൾക്കാർ കുറച്ചുകൂടി കെയർ ചെയ്യുക, അവർ നമ്മളെയും കെയർ ചെയ്യും, നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും, ഹാപ്പിനെസ് ഉണ്ടാകും. And then it's not always easy, but I have learned that loving myself makes me stronger and more confident. So easy അല്ല, ശരിയാണല്ലേ? സെൽഫ് ലവ് ചെയ്യാന്ന് പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല. പക്ഷെ ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ it makes me myself stronger and more confident. അപ്പൊ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചൊരു സ്ട്രോങ്ങർ ആകും, കോൺഫിഡന്റ് ആകും. Just wait a second. ഓക്കെ, അപ്പൊ എന്താണ്? അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ
ഈസി അല്ല, ഇറ്റ്സ് നോട്ട് ഈസി. ബട്ട് എന്താണ് നമ്മൾ പഠിക്കും അല്ലെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ myself makes me stronger and confident. When I practice self-love, I feel happier and more at peace. നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും എന്താണ്, നമ്മൾ കുറച്ച് സന്തോഷമാണ്, നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ സമാധാനത്തോടെയാണ് ഇരിക്കുന്നത്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇറ്റ് റിമൈൻഡ്സ് മീ ദാറ്റ് ഐ ആം ഇനഫ്. ഇത് നമ്മൾ എന്താ ഓർമ്മപ്പെടുത്താം, എനിക്ക് ഞാൻ തന്നെ മതി എന്നൊരു തോന്നലുണ്ട്. ജസ്റ്റ് ആസ് ആം, അതായത് ഞാൻ എങ്ങനെയാണോ ആ ഞാൻ എനിക്ക് മതി എന്നൊരു തോന്നൽ നമ്മൾക്ക് വരും. ആൻഡ് ദാറ്റ് ഐ ഡിസേർവ് ഓൾ ദ ഗുഡ് തിങ്സ് ലൈഫ് ഹാസ് ടു ഓഫർ. അതായത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന, ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാം ഓഫർ ആണെന്നാ പറയുന്നത് അല്ലേ. നമ്മള് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണോ ലൈഫിൽ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കുന്നതും സംഭവിക്കാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മൾ ഡിസേർവിംഗ് ആണ്. ഓക്കെ, സെൽഫ് ലവ് ചെയ്താൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും കേട്ടോ. സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ ലൈഫിലും. നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ നമ്മൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നതും. അതിലൂടെ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലെ. കുറച്ചെങ്കിലും കുറച്ചു നേരം നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ഓക്കെ, നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾക്ക് ചുറ്റിനുള്ളവരും നമ്മുടെ കൂടെ നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്തായിക്കോട്ടെ, പക്ഷെ നമ്മളെ സ്നേഹിക്കുമ്പോൾ ശരിക്കും നമ്മളെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുകയും നമുക്ക് നമ്മൾ മാത്രം മതി എന്ന് തോന്നുകയും ചെയ്യുന്നത് അത് സത്യമാണ് കേട്ടോ. കാരണം നമ്മൾ വന്നതും ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ്, നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സ്നേഹിക്കുക എന്നതാണ്. ഒരു വ്യക്തി അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവരും വളർന്നു വരുന്നവരും ഇപ്പൊ ജീവിക്കുന്നവരെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. മക്കളോടാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം തന്നെയാണ്. ഏകദേശം മീനിങ്സ് മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ ഇത് പറയുന്ന പോലെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഞാൻ ഒരു പാസേജ് തന്നു, നിങ്ങൾ അത് നോർമലി വായിക്കുന്ന പോലെയാണ് വായിക്കുന്നത്. എനിക്ക് വേണ്ടത് അതല്ല കേട്ടോ. നമ്മൾ എങ്ങനെയാ പറയാ ആ രീതിയിൽ വായിക്കും. ഒരു പ്രാവശ്യം കൂടി ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. മാക്സിമം ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് വായിക്കാനാണ് കേട്ടോ. Self-love is one of the most important things in my life. It means accepting myself for who I am and treating myself with a kindness and respect. I focus on my strengths and work on improving without being too hard on myself. Taking care of my body, mind, and emotions is my way of showing love to myself. Whether it's enjoying a favorite hobby, resting when I am tired, or celebrating small achievements, I remind myself that I deserve happiness. Self-love also means setting boundaries and surrounding myself with positive people who uplift me. It's not always easy, but I have learned that loving myself makes me stronger and more confident. When I practice self-love, I feel happier and more at peace. It reminds me that I'm enough, just as I am, and that I deserve all the good things life has to offer. Okay, clear? നമ്മൾ പറയുന്ന ഓരോ വേർഡ്സിന്റെ ആണെങ്കിൽ പ്രൊണൗൺസിയേഷൻ വളരെ കറക്റ്റ് ആയിരിക്കണം. ഒരു ടോണിലും സ്ലാങ്ങിലും കറക്റ്റ് പ്രൊണൗൺസിയേഷനിലും നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഓക്കെ, ഒന്നും നമുക്ക് ട്രൈ ചെയ്താലോ? ട്രൈ ചെയ്യാണ്. Okay, so Adira, thank you. Self-love is one of the most important things in my life. It means accepting my life for who I am and treating myself with the kindness and respect. I focus on my strengths and work of improving without being too hard on myself. Adira, Yes, miss. extension now. ഇല്ല. ഒന്നുകൂടി വായിക്കാം. Self-love is one of the most important things in my life. It means accepting myself for who I am and treating myself with the kindness and respect. I focus on my strengths and work on improving without being too hard on myself. Taking care of my body, mind, and emotions is my way of showing love to myself.
whether it's enjoying a favorite hobby, resting when I am tired, or celebrating small achievements. I remind myself that I deserve happiness. My self-love also means setting boundaries and surrounding myself without positive people who uplift me. It's not always easy, but I have learned that loving myself makes me stronger and more confident. When I practice myself self-love, I feel happier and more at peace. It reminds me that I am enough just as I am, and that I deserve all the good things life have no offer. ഓക്കെ ആതിര, ആതിര വായിച്ചത് എങ്ങനെയുണ്ടായിരുന്നു? What's your opinion about your reading? Tell me. ചെറിയൊരു ടെൻഷൻ ഉണ്ട് മീൻ. ടെൻഷൻ ഉണ്ട്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു വായിച്ചത്? ഇത് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആക്കാമെന്ന് തോന്നുന്നുണ്ടോ? എന്തോ കുറച്ചുകൂടെ ബെറ്റർ ആക്കണമെന്ന് തോന്നുന്നുണ്ടോ? അത് കുറച്ചുകൂടി ബെറ്റർ ആക്കണം തോന്നുന്നുണ്ട്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യൂ കേട്ടോ. കുറച്ച് ഞാൻ വായിക്കും. ഓക്കെ, ഓക്കെ. ഫെമിന. Yes, ma'am. Self-love. Self-love is one of the most important things in my life. It means accepting myself for who I am and treating myself with kindness and respect. I focus on my strengths and work on improving without being too hard on myself. Taking care of my body, mind, and emotions is my way of showing love to myself. Whether it is enjoying a favorite hobby, resting when I am tired, or celebrating small achievements, I remind myself that I deserve happiness. Self love also means setting boundaries and surrounding myself with positive people who uplift me. It's not always easy, but I have learned that loving myself makes me stronger and more confident. When I practice self-love, I feel happier and more at peace. It remind me that I am enough just as I am, and that I deserve all the good things life has to offer. ഓക്കെ ഫെമിന, എങ്ങനെയുണ്ടായിരുന്നു? അറിയില്ല മാം. അറിയില്ല. എന്തൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട് പ്രശ്നങ്ങൾ. എല്ലാവരും വായിക്കുമ്പോഴുണ്ടല്ലോ. പ്രാക്ടീസ് ചെയ്യുന്നുള്ള നന്നായിട്ട് ഞാൻ പറയാം. പ്രാക്ടീസ് ചെയ്തൊന്നുള്ള വായിക്കാം കേട്ടോ. ശരി മാം. ഓക്കെ. നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും, മിസ് വായിക്കാനല്ലേ പറഞ്ഞത്, ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ എന്ന്, അല്ലെ? പക്ഷെ ഇങ്ങനെയാണോ ശരിക്കും വായിക്കേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ തന്നെയാണോ വായിക്കേണ്ടത്? ആണോ? റെസ്പോണ്ട് ചെയ്തേ. അല്ല. അല്ല. അപ്പൊ നിങ്ങള് ആ രീതിയിൽ വായിക്കണ്ടേ, അല്ലെ? നിങ്ങൾ പറയുന്ന പോലെയും ഞാൻ ആഗ്രഹിക്കുന്ന പോലെയും നമ്മൾ വായിക്കണ്ടേ? അവിടെ വരെ എത്തണം. അങ്ങനെയാണ് റീഡിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ, വെറുതെ വായിക്കുന്നത് വ്യത്യാസമുണ്ട് കേട്ടോ. വെറുതെ വായിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി നമ്മളെ മനസ്സുകൊണ്ട് പറയുന്നത് നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അവിടെ എത്തണം നമുക്ക് വായിച്ചു. അതുകൊണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഞാൻ ഒന്നുകൂടെ വായിപ്പിക്കാം. ഓക്കെ, സൗമ്യ വായിച്ചോളൂ. കേക്കാവോ? മാഡം കേക്കാമോ? കേൾക്കാം, വായിച്ചോളൂ, വായിച്ചോളൂ. ഓക്കെ. Self-love. Self-love is one of the most important things in my life. It means accepting myself for who I am and treating myself with kindness and respect. I focus on my strengths and work on improving without being too hard on myself. Taking care of my body, mind, and emotions is my way of showing love to myself. Whether it's enjoying a favorite hobby, resting when I am tired, or celebrating
small achievements. I remind myself that I deserve happiness. Self-love also means setting boundaries and myself surroundings myself with positive people who uplift me. It's not always easy, but I have learned that loving myself makes them stronger and more confident. When I practice self-love, I feel happier and more at peace. I reminds me that I am enough, just as I am, and I deserve all I deserve all the good things life has to offer. Okay, Anama. ഓക്കെ ആണോ? ഞാനല്ലേ ചോദിക്കേണ്ടത്? ഓക്കെ ആണോ? ഒരു ചെറുതായിട്ട് ഒരു ചെറുതായിട്ട് ചെറുതായിട്ട് നമുക്ക് മാറ്റണ്ടേ? മാറ്റണം. മാറ്റണം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ വായിപ്പിക്കുന്നതുകൊണ്ട് ബോറടിക്കുന്നുണ്ടോ? ഓ ഇല്ല മാഡം. ഓക്കെ. ഓക്കെ അല്ലേ എല്ലാവരും? കാരണം നമ്മൾ വായിക്കുന്നതും നമ്മള് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും. പക്ഷെ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പൊ ഓരോ സെന്റൻസ് ആണെങ്കിലും പറയും, ഓരോ വേർഡ്സ് ആണെങ്കിലും നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് ചിന്തിച്ചു നോക്കി. ആണോ? അപ്പൊ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ? ഓരോ കാര്യം നമ്മൾ പഠിക്കുകയാണെങ്കിൽ പോലും നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോ നമ്മൾ കുറച്ചെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കും. ഓക്കെ, ക്ലിയർ? ഇനി ആരാ വായിക്കുന്നേ? ഞാൻ വിളിക്കുന്നില്ല, നിങ്ങൾ തന്നെ പറയും. നിങ്ങൾ ഇനി ആരാ വായിക്കുന്നേ? ഞാൻ വിളിച്ചില്ലെങ്കിൽ ആരും മുന്നോട്ട് വരില്ല. അതെന്താണത്? തനിക്ക് മനസ്സിലാവാതെ. ഞാൻ വായിക്കാം മിസ്സേ. ഞാൻ എക്സ്പെക്ട് ചെയ്ത് ആശ്രയാണ് കേട്ടോ. Self-love is one of the most important things in my life. It means accepting my life for who I am and treating myself with kindness and respecting. I focus on my strengths and work on improving without being too hard on myself. Taking care of my body, mind, and emotions is my way of showing love to myself. Whether it is enjoying a favorite hobby, resting when I am tired, or celebrating small achievements, I remind myself that I deserve happiness. My self-love also means setting boundaries and surrounding myself with positive people who uplift me. It is not always easy, but I have learned that loving myself makes me strong and more confident. When I practice self-love, I feel happier and more at peace. It reminds me that I am enough, but as I am, and that I deserve all the good things life has to offer. Okay, Lee. ഓക്കെ ആണോ? കുഴപ്പമില്ല, ഓക്കെ ആണ് കേട്ടോ. Okay. ഓക്കെ, ഇനി ആരെങ്കിലും വായിക്കുന്നുണ്ടോ? വായിക്കാം. എന്തോ നേരത്തെ വായിച്ചായിരുന്നു, അപ്പൊ വീണ്ടും വായിക്കണോ? ഫസ്റ്റ് വായിച്ചു പിന്നെ വായിക്കണ്ടേ അല്ലേ? നമ്മൾ ആ ഒരു അല്ല, ഞാൻ കരുതി നേരത്തെ വായിക്കാത്തവരാണോ ഇപ്പൊ വായിക്കാൻ പറഞ്ഞതെന്ന് അറിയത്തില്ല, അതാ ഞാൻ ചോദിച്ചത്. ഇല്ല കേട്ടോ, അങ്ങനെയല്ല. നിങ്ങൾക്ക് ഓക്കെയാണ് നിങ്ങൾക്ക് വായിക്കാം. ശരി മാം, ഞാൻ വായിക്കാം. ഒരു പെർഫെക്ഷൻ വരണം. എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഒരു പെർഫെക്ഷൻ വരണം അല്ലെ? അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? നമുക്ക് വെറുതെ അങ്ങനെ ചെയ്താൽ പോരാ, നമ്മളതിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങളോട് പറയാനുള്ളത്, സ്റ്റുഡൻസ് ആണ് നിങ്ങള്. സോ മാക്സിമം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പോ വായിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഒരു കാര്യം നമ്മൾ അത്രയും ഒരു പാസേജ് തന്നു, അത് കുറച്ചൊരു പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളത് വായിക്കാൻ മാക്സിമം പഠിക്കുക. അത് നിങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഓക്കെ, വെറുതെ മിസ് വായിക്കാൻ പറഞ്ഞു എന്നാൽ വെറുതെ വായിക്കാം എന്നല്ല, എനിക്ക് അതല്ല വേണ്ടത്.
കുറച്ചുകൂടി നല്ല രീതിയിൽ ആ ഒരു മോഡുലേഷൻ ഒക്കെ വെച്ചിട്ട് വായിച്ചു നോക്കി. ഇമിറ്റേറ്റ് ചെയ്ത് വായിച്ചു. ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് പറയാ, ആ രീതിയിൽ വായിച്ചു നോക്കി. ഓക്കെ, വായിക്കാൻ ശ്രമിക്കാം. Self-love is one of the most important things in my life. It means accepting myself for who I am and treating myself with kindness and respect. I focus on my strength and work on my improving without being too hard on myself. Taking care of my body, mind, and emotions is my way of showing love to myself. Whether it's enjoying a favorite hobby, resting when I am tired, or celebrating small achievements, I remind myself that I deserve happiness. Self-love also means setting boundaries and surrounding myself with the positive people who uplift me. It's not always easy, but I have learned that loving myself makes me stronger and more confident. When I am practice self-love, I feel happier and more at peace. It reminds me that I am enough just as I am, and that I deserve all the good things life has to offer. വായിച്ചു മാം. ഓക്കെ ഓക്കെ ചിത്ര. ഇനി നെക്സ്റ്റ് ആരാ? നിങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ വായിക്കുന്ന പോലെ വായിക്കാവോ? മീൻസ് ഞാൻ പറയുന്ന ആ ഒരു മോഡുലേഷനും എന്റെ ഇമിറ്റേറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്, ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് മോഡുലേഷൻ മാറ്റി ഒന്ന് വായിച്ച് കേൾപ്പിക്കാവോ? ഓക്കെ ആണോ? ശ്രദ്ധിച്ചിരിക്കൂട്ടോ, മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക. വേർഡ്സ് ആണെങ്കിലും ആ ഒരു മോഡുലേഷൻ ആണെങ്കിലും ശ്രദ്ധിച്ചിരിക്കുക, പ്രൊണൗൺസിയേഷൻ. ഓക്കെ, എന്നിട്ട് എന്നെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യും, എന്നെ ഇമിറ്റേറ്റ് ചെയ്താൽ മതി. ഓക്കെ, self-love is one of the most important things in my life. It means accepting myself for who I am and treating myself with kindness and respect. I focus on my strengths and work on improving without being too hard on myself. Taking care of my body, mind, and emotions is my way of showing love to myself. Whether it's enjoying a favorite hobby, resting when I am tired, or celebrating small achievements, I remind myself that I deserve happiness. Self-love also means setting boundaries and surrounding myself with positive people who uplift me. It's not always easy, but I have learned that loving myself makes me stronger and more confident. When I practice self-love, I feel happier and more at peace. It reminds me that I am enough, just as I am, and that I deserve all the good things life has to offer. Okay? നിങ്ങൾക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ? നമ്മൾ പറയുന്ന ഓരോ വേർഡ്സിലും സൈലന്റ് ആയിട്ടുള്ള കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രീറ്റിംഗ് കൈൻഡ്നസ് വിത്ത് മൈസെൽഫ്, റെസ്പെക്ട്. റെസ്പെക്ട് എന്ന് പറയുന്നത് റെസ്പെക്ട്. ഓക്കെ, നോട്ട് റാ. റായും റായും കൂടെ മിക്സ് ചെയ്ത ഒരു സൗണ്ടിലായിരിക്കും നമ്മളിത് പ്രൊണൗൺസ് ചെയ്യാൻ. റെസ്പെക്ട്. ഓക്കെ, റെസ്പെക്ട്, നോട്ട് റെസ്പെക്ട്. റ് വരരുത്, റ് സൗണ്ട് ഇല്ല. നമ്മൾ കോൺടെക്സ്റ്റ് പഠിക്കുമ്പോൾ കറക്റ്റ് നമ്മൾ കോൺടെക്സ്റ്റ് എന്താ പഠിക്കുക? സൗണ്ട്സ് ആണ്. അപ്പൊ സൗണ്ട്സ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് റായല്ല, റെസ്പെക്ട്. ഇനി ഐ ഫോക്കസ് ഓൺ മൈ സ്ട്രെങ്ത് ആൻഡ് സ്ട്രെങ്ത് ആൻഡ് വർക്ക്. വർക്ക്, നോട്ട് വർക്ക്, വർക്ക് അല്ല, വർക്ക്. ആൻഡ് ഓൺ ഇംപ്രൂവിങ്. ഓക്കെ, ഇംപ്രൂവിങ്. അതിൽ ഇംപ്രൂവ് ഇല്ല, ഇംപ്രൂവ്. ആറ് എങ്ങനെയാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുക? ആ രീതി തന്നെ എല്ലാത്തിലും ആറ് ഉണ്ടെങ്കിൽ നമ്മൾ ആ രീതി തന്നെയാണ്, ആ സൗണ്ടിലാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇംപ്രൂവിങ് വിതൗട്ട് ബീയിങ് ടു ഹാർഡ് ഓൺ മൈസെൽഫ്. ഹാർഡ് ഡു ആണ്, നോട്ട് ഡു. ഡു ആണ് കേട്ടോ. നമ്മുടെ പല്ലിനടിയിൽ വന്നിട്ട് വേണം നമ്മൾ നാക്ക് ടച്ച് ചെയ്യാൻ. ഡു 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 സൗണ്ട് ആണ്. ഓക്കെ, ഒരിക്കലും നാക്ക് വളച്ചിട്ടല്ല ഡു പറയാം. ഡു ഡു സൗണ്ട്. And taking care of my body, taking care, taking. It's not taking, it's taking. Taking care, okay, taking care of my body. Body,
not body. It's a body, mind, and emotions. Is my way of showing love. Okay, love, not love. It's love to myself. Whether, whether it's enjoying your favorite hobby. Favorite. Okay, it's a favorite hobby. Resting when I'm tired. I am alone. I'm tired. Tired. Tired alone. It's a tired. Or celebrating small achievements. Celebrating small achievements. I remind myself that I deserve happiness. I deserve, not deserve. Deserve. It's a deserve happiness. Self-love also means setting boundaries, setting boundaries, and surrounding myself with a positive people who uplift me. Okay, it's not always easy. But I have learned that loving myself makes me stronger and more confident. When I practice self-love, I feel happier, and more at peace. It reminds me that I'm enough, just as I am. Okay, just as I am. And that I deserve all good things life has to offer. Here, ഓരോ സെന്റൻസ് വൈസ് നമ്മൾ ഇങ്ങനെയാണ് പറയാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് പ്രസന്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു മോഡുലേഷൻ വെച്ചിട്ട് പ്രസന്റ് ചെയ്യണേ. ഓക്കെ, ക്ലിയർ? Yeah. So it's time to wind up this class. Okay, thank you. Yeah, see you next class. Okay, bye. Miss Thank you, ma'am. എന്തോ വിളിച്ചോ? ഞാനൊരു വാക്ക് ടൈപ്പ് ചെയ്യാം. അത് എങ്ങനെ പറയാന്നൊന്ന് പറയൂ? പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ. ഇത് ഒരു സിനിമ മൂവി നെയിം അല്ലേ? അതെ. എന്തായിരിക്കും എന്റെ പേര്? ഐശ്വര്യ. ഞാനും മിറേജ് എന്നാണ് പറഞ്ഞേ. പക്ഷെ എന്റെ ഒരു കസിന് പറഞ്ഞത് മിറാഷ് എന്നാണ് വായിക്കാന്ന്. It's a mirage, not mirage. It's a mirage. Okay. Okay. Yeah. Okay. Thank you. Bye.